ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടാക്സ് ഡോട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡയറക്റ്റ് ടാക്സസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സസിനെ കുറിച്ചുമുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് യു ഹാവ് സീൻ ദാറ്റ് വീഡിയോ. സോ നമുക്ക് ഇനി ജി എസ് ടിയിലേക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ക്യാരി ഔട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ജി എസ് ടി ഓർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. നമ്മൾ ജി എസ് ടി എന്നുള്ള ആ ഒരു ടാക്സ് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് എങ്ങനെ ജി എസ് ടിനെ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ജി എസ് ടിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ജി എസ് ടി ഓർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, എക്സെപ്റ്റ് ടാക്സസ് ഓൺ സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഇങ്ങനെയാണ് നമുക്കൊരു ജി എസ് ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അതായത് ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സിൻ്റെ മേലെ അല്ലെങ്കിൽ സർവീസസിൻ്റെ മേലെ, അതിൻ്റെ സപ്ലൈൻ്റെ മേലെ ലെവി ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ജി എസ് ടി. അങ്ങനെയാണെങ്കിൽ ഈ ഗുഡ്സ് എന്താ, സർവീസസ് എന്താ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണ്ടേ? ഗുഡ്സിനെയും സർവീസസിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 366-ലാണ്. ആസ് പെർ ആർട്ടിക്കിൾ 366, goods is nothing but any other materials or any other commodities or any other articles. ഇതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സർവീസസ് എന്തായിരിക്കും? എനി അതർ തിങ്സ് അതർ ദാൻ ഗുഡ്സ് ഇസ് ടേംഡ് ആസ് സർവീസസ്. അപ്പം ഇതാണ് ഗുഡ്സും സർവീസസും. നമ്മുടെ ഡെഫിനിഷൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഒരു എക്സംഷൻ കേസ് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ടാക്സസ് ഓൺ സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോളിക് ലിക്കർ ഒരിക്കലും തന്നെ ജി എസ് ടിയുടെ പരിധിയിൽ വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഈ ആൽക്കഹോളിക് ലിക്കറിൻ്റെ മേലെ, ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോളിക് ലിക്കറിൻ്റെ മേലെ സ്റ്റിൽ വാറ്റും അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ സി എസ് ടിയും കൂടിയാണ് ഇപ്പോഴും നിലവിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്, ലെവി ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ആൽക്കഹോളിക് ലിക്കറിന് അല്ലാതെ തന്നെ കുറച്ച് ഫ്യൂവൽസ് കൂടി ഇപ്പം ജി എസ് ടിന്ന് എക്സ്ക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അറ്റ് പ്രസൻറ്റ്. ആ ഫ്യൂവൽസിൽ പെട്ടതാണ് നമ്മുടെ ക്രൂഡ് പെട്രോളിയം, ഹെവി സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അല്ലെങ്കിൽ പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, പിന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. സോ നമ്മുടെ ഫ്യൂവലിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ള ഈ ഒരു 5 ഫ്യൂവൽസ് ഇപ്പം ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ജി എസ് ടി കൗൺസിലിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഈ ഫ്യൂവൽസിനൊക്കെ ജി എസ് ടി ലെവി ചെയ്യാനുള്ള അധികാരം ജി എസ് ടി കൗൺസിലിനുണ്ട്. അപ്പോൾ എപ്പോഴാണോ ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് തൊട്ട് ഈ ഒരു ഫ്യൂവൽസിനും കൂടി ജി എസ് ടി ഫ്യൂച്ചറിൽ വരും. ബട്ട് ആസ് ഫോർ നൗ ഇറ്റ് ഈസ് നോട്ട് ലെവീഡ് ഓൺ ദീസ് ഫ്യൂവൽസ് ഓൾസോ. പിന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടൊബാക്കോ. ഈ ടൊബാക്കോൻ്റെ കേസിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സിറ്റുവേഷൻ. നമ്മൾ ഈ പഠിച്ച ഫ്യൂവൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോൾസിനായിക്കോട്ടെ ജി എസ് ടി വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇവിടെ ടൊബാക്കോനെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി മാത്രമല്ല, അതിൻ്റെ കൂടെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും കൂടെ വരുന്നുണ്ട്. അതായത് 2 ടാക്സസ് ഈ ടൊബാക്കോൻ്റെ മേലെ ഇപ്പം ലെവി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ജി എസ് ടി ഇന്ത്യയിലേക്ക് വരുന്നത് 2017 ജൂലൈ 1-നാണ്. അപ്പം അതിൻ്റെ കുറച്ച് മുന്നേ വരെയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജി എസ് ടിനെ കുറിച്ച് ഒരു കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ടിനെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 2016 പ്രകാരം 101 അമെൻമെൻറ്റിലൂടെയാണ് ജി എസ് ടി ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജി എസ് ടി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഒരു ഡ്യുവൽ മോഡൽ ഓഫ് ജി എസ് ടി ആയിരുന്നു ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഡ്യുവൽ മോഡൽ ഓഫ് ജി എസ് ടി? അതായത് അവിടെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ടാക്സ് ലെവി ചെയ്യാനുള്ള തുല്യമായിട്ടുള്ള കുറച്ച് അവകാശങ്ങളാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൺകറൻറ്റ് പവേഴ്സ് വെയർ ഗിവൻ ടു ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടിയുടെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ് ജി എസ് ടി ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ്. അപ്പം എന്തിനെയാണ് നമ്മളൊരു വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാം? നമുക്കറിയാം നോർമലി ജി എസ് ടി കളക്ട് ചെയ്യുക
ഒന്നില്ലെങ്കിൽ ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറാണ്. ഇതൊരു നോർമൽ കേസാണ്, എക്സെപ്ഷൻ കേസ് വരാം. ബട്ട് അറ്റ് പ്രസൻറ്റ് നമ്മളൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ വാല്യൂ ആഡഡ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇവിടെ വാല്യൂ ആഡഡ് ടാക്സ് ഒരു എക്സാമ്പിളിൻ്റെ 2 കേസസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി ഒരു ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു സപ്ലയർ ആണ്. ഇതൊരു നോർമൽ കേസാണ്. ഒബ്വിയസ്ലി എക്സെപ്ഷൻ കേസസ് വരാം. സോ നമ്മൾ ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്ന ഒരു സപ്ലയർ ബി എന്ന് പറയുന്ന ആൾക്ക് ഗുഡ്സ് വിൽക്കുകയാണ്. സോ നമ്മുടെ ഇവിടുത്തെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. അതിൻ്റെ മേലെ ചാർജ് ചെയ്തിട്ടുള്ള GST റേറ്റ് 5% ആണ്. അപ്പോൾ നമ്മുടെ 10,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 500 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ഇപ്പോൾ 10,500 ആണ്. സോ നമ്മളിവിടെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 500 റുപ്പീസ് ആണ്. സോ നമ്മുടെ ബിയിൽ നിന്നും എ കളക്ട് ചെയ്ത് 500 റുപ്പീസ് ആണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. സോ നമ്മൾ രണ്ടാമത്തെ കേസിൽ ഈ ബി എന്ന് പറയുന്ന ആള് സി എന്ന് പറയുന്ന വേറൊരാൾക്ക് ഈ ഗുഡ്സ് വിൽക്കുകയാണ്. സോ നമ്മൾ ഇവിടുത്തെ ടാക്സബിൾ വാല്യൂ ഇപ്പോൾ 15,000 റുപ്പീസ് ആണ്. അതായത് നേരത്തെ ടാക്സബിൾ വാല്യൂവിൻ്റെ കൂടെ ഒരു എമൗണ്ട് വാല്യൂ ആഡഡ് ആയിട്ട് ഇവിടെ കൂട്ടി കാണിച്ചിട്ടുണ്ട്. അത് മേ ബി നമ്മുടെ ബിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോസ്റ്റ് ആവാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവാം. സോ ഇവിടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള 15,000 10,000ൻ്റെ കൂടെ കൂട്ടിയപ്പോൾ ഇപ്പോൾ നമ്മുടെ ടാക്സബിൾ വാല്യൂ ടോട്ടൽ 15,000 റുപ്പീസ് ആണ്. സോ ഇതിൻ്റെ മേലെ നമ്മുടെ നേരത്തെ 5% GST ചാർജ് ചെയ്യുന്ന സമയത്ത് 750 ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടിയിരുന്ന എമൗണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഒരിക്കലും ബിക്ക് 750 കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. പകരം നേരത്തെ നമ്മൾ പേ ചെയ്തിട്ടുള്ള 500 റുപ്പീസിൻ്റെയും കഴിച്ചിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് എത്രയാണോ ടാക്സ് പേ ചെയ്തിട്ടുള്ളത് അത് സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ വിൽക്കുന്ന സമയത്ത് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. സോ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസിൽ നമ്മുടെ ടാക്സബിൾ വാല്യൂ എത്രയായിരുന്നു, 10,000 റുപ്പീസ് ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മുടെ ടാക്സബിൾ വാല്യൂ 15,000 റുപ്പീസ് ആയി. അതായത് നമ്മുടെ ഇവിടെ വാല്യൂ ആഡഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് എമൗണ്ട് ആയിട്ട് ഒരു 5,000 റുപ്പീസാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അതായത് ഈ 5,000 റുപ്പീസിൻ്റെ 5% തന്നെയല്ലേ ഈ 250 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ സ്റ്റേജിലും എത്രയാണോ നമ്മുടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആ എമൗണ്ടിൻ്റെ മേലെയാണ് നമ്മൾ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ GST ചാർജ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ GSTയുടെ നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാൻ റീസൺ. സോ നമ്മൾ ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഗവൺമെൻറ്റിന് ഒരു നഷ്ടവും വരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് കേസിൽ എ ബിക്ക് സാധനം വിൽക്കുമ്പോൾ ഗവൺമെൻറ്റിന് എത്ര റുപ്പീസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, 500 റുപ്പീസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മുടെ ടാക്സബിൾ വാല്യൂ 15,000 ആയ സമയത്ത് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ രണ്ടും കൂടെ സെറ്റ് ഓഫ് ചെയ്ത് 250 എമൗണ്ട് പിന്നെയും പേ ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 750 റുപ്പീസ് ആയിരുന്നു ഗവൺമെൻറ്റിലേക്ക് കിട്ടേണ്ടിയിരുന്നത്, അത് ഗവൺമെൻറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ബിയുടെ ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ബിക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഓൾറെഡി ഒരു 500 റുപ്പീസ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ആ സാധനം വിറ്റ സമയത്ത് ആ ഒരു 500 റുപ്പീസ് റിക്കവർ ചെയ്ത് ബാക്കി എമൗണ്ട് മാത്രമേ തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ബിക്കും ഒരു നഷ്ടവും അവിടെ സംഭവിക്കുന്നില്ല. സോ ചുരുക്കം പറഞ്ഞാൽ ഇതാണ് ഒരു വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് GSTയുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. എന്തിനാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം? ഒരു എൻഡ് പോയിന്റിനല്ലേ നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അതായത് നമ്മളൊരു സാധനം വിൽക്കുന്ന സമയത്ത് ആ സാധനം കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലേസ് ഏതാണോ അവിടേക്കാണ് GST റവന്യൂ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കൊമോഡിറ്റി കേരളത്തിൽ നിന്ന് ഹരിയാനയിലേക്ക് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹരിയാന എൻ്റെ കൺസ്യൂമിങ് സ്റ്റേറ്റും ഈ കേരളം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു സെല്ലിംഗ് സ്റ്റേറ്റുമാണ്. സോ നമ്മുടെ ടാക്സ് റവന്യൂ കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ടേക്കാണ് പോവുക, ഹരിയാനയിലേക്കാണ് പോവുക അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ് ഏതാണോ
കൺസ്യൂമർ സ്റ്റേറ്റിലേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അങ്ങോട്ടേക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ടാക്സ് റവന്യൂ പോകുന്നത്. ഇതാണ് GSTയുടെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറച്ച് സ്റ്റേറ്റ്സിന് ഒരു റവന്യൂ ലോസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രൊഡ്യൂസർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഹെവി മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സിനൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും അധികം ഗുഡ്സ് എന്താക്കുകയാണ്, പുറമേയുള്ള സ്റ്റേറ്റ്സിലേക്കാണ് അവർ വിൽക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്സിനൊന്നും തന്നെ എന്ത് കിട്ടില്ല, ടാക്സ് റവന്യൂ കിട്ടില്ല. സോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്സിനെ ഈ ഒരു കംപ്ലീറ്റ് റവന്യൂ ലോസ് എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൻസേഷൻ സെസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോമ്പൻസേഷൻ സെസ് ചില ലക്ഷറി ഐറ്റംസിനും അതുപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റ് ഗുഡ്സ് ഉണ്ട്, അത്തരത്തിലുള്ള ഗുഡ്സിനുമാണ് ഈ കോമ്പൻസേഷൻ സെസ് ഇപ്പം ലെവി ചെയ്തിട്ടുള്ളത്. ലൈക്ക് പാൻ മസാല, എയറേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ, മോട്ടോർ കാർ, ഇതുപോലെയുള്ള കുറച്ച് ഐറ്റംസിനാണ് കോമ്പൻസേഷൻ സെസ് ഇപ്പം ഗവൺമെൻറ് ലെവി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോമ്പൻസേഷൻ സെസ്സിൻ്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ GST ആക്ട് വന്നിട്ട് 5 വർഷമാണ്. അതായത് 2017 തൊട്ടിട്ട് 5 വർഷം, അതായത് 2022 നമ്മുടെ കോമ്പൻസേഷൻ സെസ്സിൻ്റെ ടൈം പീരീഡ് അവസാനിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാണ്, അതായത് നമ്മുടെ പ്രൊഡ്യൂസർ സ്റ്റേറ്റ്സിന് വരുന്ന റവന്യൂ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പൻസേഷൻ സെസ് നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാം? ഇത് നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇവിടെ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റിൽ നമ്മൾ 3 കേസസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 കേസ് നമ്മൾ വാല്യൂ ആഡഡ് ടാക്സസിൻ്റെ കൂടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് കേസിൽ A Bക്ക് സാധനം വിൽക്കുന്നു, B Cയിലേക്ക് അത് തിരിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസിൽ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തത് 500 rupees ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് 250 rupees ആയിരുന്നു ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിവിടെ ഒരു ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ C പിന്നീട് ഫൈനൽ കൺസ്യൂമറിലേക്കാണ് ഗുഡ്സ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് 300 rupees ആയിരുന്നു. അതായത് നമ്മുടെ ഫൈനൽ കൺസ്യൂമർ എത്തുന്നത് വരെയും നമുക്ക് ഈ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളിവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ആംഗിളിൽ ചിന്തിക്കുന്ന സമയത്ത് ആദ്യത്തെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 10,000 rupees ആണ്. പിന്നീട് ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ ടാക്സബിൾ വാല്യൂ 21,000 rupees ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റിന് കിട്ടേണ്ടിയിരുന്ന ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 21,000ൻ്റെ 5% ആയിട്ടുള്ള 1,050 ആണ് അല്ലേ. ഈ 1,050 എന്നുള്ള എമൗണ്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. മറിച്ച് നമ്മളിവിടെ സപ്ലയേഴ്സിൻ്റെ ആംഗിളിൽ ചിന്തിക്കുന്ന സമയത്ത് എക്കായിക്കോട്ടെ, ബിക്കായിക്കോട്ടെ, സിക്കായിക്കോട്ടെ, എന്താണോ അവരുടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള എമൗണ്ട് അതിൻ്റെ മേലെ മാത്രമേ അവരും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതായത് ഈ ഒരു GST വന്നതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം നമുക്ക് ബെനഫിഷ്യലായിട്ട് മാറി. അതായത് ഫൈനൽ കൺസ്യൂമർ എത്തുന്നത് വരെയും നമുക്ക് ഈ ടാക്സ് ക്രെഡിറ്റ് ഇങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം പണ്ട് നമ്മുടെ GST വരുന്നതിന് മുന്നേ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസ് നിലനിന്നിരുന്നു. ലൈക്ക് സർവീസ് ടാക്സ്, വാറ്റ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടാക്സിൻ്റെയും ഹെഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ സർവീസ് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഹെഡ് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. ഇപ്പോൾ വാറ്റിൻ്റെ കേസാണെങ്കിൽ അതിൻ്റെ ഹെഡ് ആരായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കുന്ന ടാക്സ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും തന്നെ ഇവർ തമ്മിൽ പരസ്പരം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രോസ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്സ് ഒരിക്കലും അവിടെ എന്തായിട്ടില്ല, നമുക്കൊരിക്കലും വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. നമുക്കൊരിക്കലും ക്രെഡിറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് വന്നപ്പം അതൊരു സീംലെസ് ഫ്ലോ ഓഫ് ടാക്സ് ക്രെഡിറ്റ് ആണ് അവിടെ എൻഷുർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടാക്സിന് ക്രെഡിറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് എലിമിനേറ്റിംഗ് കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സസ്. അതായത് നമ്മുടെ GST നിലവിൽ വന്നതിന് ശേഷം കാസ്കേഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ്, അതും അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഡീമെറിറ്റിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റി. അപ്പോൾ നേരത്തെ ഞാൻ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രെഡിറ്റ്സിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിഫറെൻറ്റ് ടാക്സ് എടുക്കുകയാണെങ്കിൽ പണ്ട് ഇൻഡയറക്റ്റ് ടാക്സസ് ഒരുപാട് നിലനിന്നിരുന്ന കാലത്ത് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആയിരുന്നു ഓരോ ടാക്സിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്രോസ് യൂട്ടിലൈസേഷൻ ക്രെഡിറ്റ് അല്ലെങ്കിൽ സീംലെസ് ഫ്ലോ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു സിസ്റ്റം നമുക്ക് ഒരിക്കലും തന്നെ എൻഷുർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ഒരിക്കലും തന്നെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ നമ്മുടെ ഒരു ക്രോസ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്സ് വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രെഡിറ്റ്സ് വന്ന സമയത്ത് അവിടെ കാസ്കേഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിഫോം ടാക്സ് സ്ട്രക്ചറിൽ നമ്മുടെ എല്ലാ ഗുഡ്സിനും സർവീസസിനും തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള കുറച്ച് ടാക്സ് റേറ്റ്സ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അത് ചില ഗുഡ്സിന് ഹയർ സ്ലാബ് റേറ്റ്സിലാണ്, ചില ഗുഡ്സ് ലോവർ സ്ലാബ് റേറ്റ്സിലാണ്. അത് നമ്മുടെ ലക്ഷറി പ്രോഡക്ട്സ് വല്ലതുമാണെങ്കിൽ കുറച്ച് ഹയർ സ്ലാബ് റേറ്റിലായിരിക്കും അത് വരിക. അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ എന്താക്കാൻ പറ്റി, ഒരു യൂണിഫോം സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് GST വന്നതോടുകൂടി സാധിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് GSTയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എക്സാമ്പിൾ വെച്ച് അത് മാക്സിമം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വാല്യൂ ആഡഡ് ആയിക്കോട്ടെ, മറ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സംപ്റ്റഡ് സപ്ലൈനെ കുറിച്ചും അതുപോലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെയായിരുന്നു ക്യാരി ഔട്ട് ചെയ്തത്. സോ ഇനി കമ്മിങ് വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് GSTനെ കുറിച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. Thank you.